ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ നാട്ടിൽ നബിദിന റാലി. അങ്ങനെ റാലിന്റെ ഫസ്റ്റ് നമ്മൾ ടീമിനെ ഒക്കെ പെപ്സ് കൊടുക്കാൻ അങ്ങനെ നമ്മൾ എല്ലാവർക്കും പെപ്സ് കൊടുത്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഈ സജാവ് പെപ്സ് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താ അവന്റെ ഒരു തീറ്റ ഇങ്ങനെയൊക്കെ പെപ്സ് വേണമെങ്കിൽ ഓനെ പോലത്തെ തൊള്ള വേണ്ടി നമ്മളെ പെപ്സ് കൊണ്ടെടുത്താൽ നേരെ കുളിച്ചു. അങ്ങനെ ഫസ്റ്റ് ഫസിലിനോട് പായസം കിട്ടി. പിന്നെ നമ്മളെ ടാർഗറ്റ് ഇതേപോലെ മുട്ടായി വാരാന്ന്. ഏതായാലും അങ്ങനെ അവസാനം ഒന്ന് കിട്ടി. ഇവനാണ് ലോക്കാക്കി ഒന്നാണ്ട് വാങ്ങിയപ്പോ ആപ്പിളിന്റെ കൊട്ട ഇവനെപ്പോത്തിന് അവിടുന്ന് ഒരു ആപ്പിൾ എടുത്താണ് കച്ചവടം എടുത്ത് തുടങ്ങി. നല്ല വെയിലാണ്ട് എല്ലായിടത്തും വെള്ളമാണ് മുട്ടായി. അങ്ങനെ നമ്മൾ അവിടുന്ന് 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പോ അടുത്ത വെള്ളത്തി നമ്മളെ കൂടുതൽ ടീം ഏതായാലും കുഴപ്പമില്ല, എല്ലാം ഫുള്ള് തിന്നിർക്കും. വെള്ളം മാത്രമല്ല അതിലെ കടി വരും. നമ്മളോട് നമ്മൾ ദഫുട്ടാണ് ദഫ് കളിക്കണം. അതിനെടുക്കാണ് നമ്മളെ കൂട്ടത്തിലുള്ള നിയാസ് ടോപ്പ് ആവാൻ വേണ്ടി കേക്ക് എല്ലാം ഇപ്പൊ കൊട്ടി പഠിച്ചു. ഒരു പുതിയ മുട്ടായിട്ട് ടീമിന്റെ അടുത്ത് പോയപ്പോഴാണ് അത് ടേസ്റ്റ് ഒക്കെ ഇവങ്ക കൊടുത്താല ടേസ്റ്റ് ഒക്കെ മാത്രമേ നമുക്ക്. പിന്നെ ഷുഹൈബ് ഉണ്ട് പഞ്ചായത്തോളും നമ്മളെ ചോദിച്ചാൽ ഇപ്രാവശ്യത്തെ റാലിക്ക് നല്ല വയസ്സന്മാരും നല്ല കുട്ടികളും ഈ ദഫുട്ടികളും എല്ലായിടത്തും ഇരിക്കണം കണ്ടു. റോട്ടുമലൊന്നും അങ്ങനെ നമ്മളെ മുറ്റത്ത് കളിച്ചപ്പോ നമ്മള് 5 നോട്ടുമാല ഇട്ടു. അവിടുന്ന് വീണ്ടും ഇറങ്ങുമ്പോ മുട്ടായിട്ട് ഇവൻ തന്നെ ഫുൾ അതിന്റെ അടുക്കുണ്ട് മാമ. നമ്മളാണ് അത് മുട്ടായി വിളിച്ചാൽ ഒറ്റക്ക് നമ്മളൊന്നും നമ്മളെ കൂടുതൽ എല്ലാവർക്കും കൊടുക്കും. അതാണ് നമ്മളെ വന്ന് തീർന്നിട്ടില്ല, നമുക്ക് ഇഞ്ഞും തിന്നാളാണ്. അങ്ങനെ കുറച്ചേരം ദഫായി നമ്മളവിടുന്ന്. അപ്പോഴാണ് നമ്മളെ റാലിന്റെ അടുത്ത് ഒരു അർബിനുണ്ട്. കുട്ടികളൊക്കെ ഫസ്റ്റ് നിൽക്കാനും വേണ്ടി കച്ചറ. നമ്മളെ ചങ്ങായിന്റെ ഒരു 5 ഇവരോട് കിട്ടി വെച്ചപ്പോ പ്രാവശ്യം കളക്ഷൻ കുറവാണ്. ഏതായാലും കുഴപ്പമില്ല, കുറച്ച് കിട്ടിയില്ലല്ലോ. പിന്നെ ഇതേപോലെ എല്ലാ നാട്ടിലുണ്ടോ വണ്ടിന്റെ ഉള്ളിൽ കയറുന്ന ടോപ്പ്. അപ്പോഴാണ് നമ്മളെ ഋഷിയിൽ വെയിലുള്ള ക്ഷീണത്തിൽ വെള്ളം നല്ല കൗത്ത് നല്ല വെയിലാണ്ട് ദഫുട്ടികൾ അവസാനം കഴിഞ്ഞു. ഏതായാലും വെയിലിനനുസരിച്ച് നല്ല തണുപ്പുള്ള ജ്യൂസുകൾ. അങ്ങനെ റാലി കഴിഞ്ഞപ്പോ നമ്മളൊരു ഫോട്ടോ എടുത്ത്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം.